കൊടിഞ്ഞി ഫൈസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് നടന്ന ദേശീയപാത ഉപരോധ സമരക്കേസിൽ പി.കെ. അബ്ദുറബിന് ജാമ്യം ലഭിച്ചു. പരപ്പനങ്ങാടി കോടതിയിൽ നേരിട്ട് ഹാജരായെന്ന് മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ അബ്ദുറബ് ജാമ്യം നേടിയത് 2016 നവംബർ 19 പുലർച്ചെ RSS കൊലപ്പെടുത്തിയ കൊടിഞ്ഞി ഫൈസൽ വധക്കേസിൽ മാസം 2 പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത നടപടിക്കെതിരെ 2017 ജനുവരി 19 അന്നത്തെ തിരുരങ്ങാടി MLA ആയിരുന്ന പി.കെ. അബ്ദുറബിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരം നടന്നത്. ആദ്യം ചെമ്മാട്ടം ഉപരോധിച്ച ശേഷം നടപടി ആകാത്തതിനെ തുടർന്ന് ഉച്ചയോടെ ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു. അന്നത്തെ ഉപരോധം 4 മണിക്കൂറോളം നീണ്ടുന്നു. ആ സമരത്തിൽ KSRTC ബസ് തകർക്കപ്പെട്ടു എന്ന കേസിലാണ് അബ്ദുറബും കൂട്ടാളികളും കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയത്. അഡ്വക്കേറ്റ് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് അനീഫയായിരുന്നു. ജാമ്യം അനുവദിച്ച കോടതി 2024 നവംബർ 6 കേസ് വീണ്ടും പരിഗണിക്കുമെന്നും അറിയിച്ചു. തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ്, തിരുരങ്ങാടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി M അബ്ദുറഹ്മാൻ കുട്ടി, നഗരസഭാ കൗൺസിലർ മെഹബൂബ് ചുള്ളിപ്പാറ, നിയമസഹായ സമിതി ട്രഷറർ പാലക്കാട് അബ്ദുൽ ലത്തീഫ്, നരിമണക്കൽ നൌഷാദ്, ഇബ്രാഹിം കുട്ടി, ബാവ എന്നിവരാണ് അബ്ദുറബിനൊപ്പം കോടതിയിൽ ഹാജരായി ജാമ്യം നേടിയത്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.